Hi dears, I'm Fazal. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ മൂന്നാമത്തെ പാഠം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠഭാഗത്തിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ആമുഖത്തിൽ നമ്മൾ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജ്യം ഒരു പൗരന് നൽകുന്ന, ഒരു പൗരൻ രാജ്യത്തിന് നൽകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി നമ്മളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ഭരണഘടനയിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നമ്മളെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ലക്ഷ്യങ്ങളൊക്കെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാര്യങ്ങളായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അവയൊക്കെ 2-3 കാര്യങ്ങളായിട്ടാണ് പ്രധാനമായും അതിനെ ചേർത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു അവ? ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പൽസ്, അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെ? നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ. അപ്പൊ ഇങ്ങനെ 3 ഭാഗങ്ങളാക്കിയിട്ട്, 3ഓളം ഭാഗങ്ങളാക്കിയിട്ട് അതിൽ ഓരോന്നിലും പെടുന്ന കാര്യങ്ങളെ അതതു ഭാഗങ്ങളാക്കി, വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാക്കി തന്നെ ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇനി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്കാണ് നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ കടന്നു പോകുന്നത്. മാത്രവുമല്ല, ആദ്യം നമ്മൾ ചർച്ചക്കെടുക്കുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെയാണ്, മൗലികാവകാശങ്ങളെയാണ്. അപ്പൊ ഒരു പൗരന് രാജ്യം നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? എത്ര മൗലികാവകാശങ്ങളുണ്ട്? ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ എത്രയാണ്? ഏതൊക്കെയാണ് റൈറ്റ്സുകൾ? തുടങ്ങിയ കാര്യങ്ങളിലേക്ക്, അതിന്റെ ചർച്ചകളിലേക്ക് കൂടുതലായും നമ്മൾ കടന്നു പോകുമ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും ഒരിക്കൽ കൂടി 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ മൂന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ പാർട്ടിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തിന്റെ 40ാമത്തെ പേജിൽ നിന്ന് ആണ് നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കയ്യിൽ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കും അതുപോലെ അണ്ടർലൈൻ ചെയ്തു വെക്കാനുള്ള പെൻസിലും കൂടെ കരുതണമെന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ പാഠഭാഗത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആദ്യമായി നമ്മൾ പരിചയപ്പെടുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നോക്കൂ, ഇൻ ദി പ്രീവിയസ് ക്ലാസ്സസ് വി ഹാവ് ഡിസ്കസ്ഡ് റൈറ്റ്സ്. അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ റൈറ്റ്സ് വിച്ച് ആർ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് എ ഡെമോക്രാറ്റിക് സൊസൈറ്റി ആർ ഇൻഷ്യൂർഡ് ബൈ ഇന്ത്യ. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായ, അഥവാ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ആ റൈറ്റ്സുകളൊക്കെ ആര് നൽകുന്നുണ്ട്? നമ്മുടെ രാജ്യത്തിൻ്റെ പൗരന്മാർക്കും ഉറപ്പ് നൽകുന്നുണ്ട്. യെസ്, അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം ആർ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 3 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതിലെ ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന പേരിൽ വളരെ പ്രധാനപ്പെട്ട ഓരോ ജനാധിപത്യ രാജ്യവും ആ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ നമ്മുടെ രാജ്യവും നമുക്ക് നൽകുന്നുണ്ട്. അതെവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? അതിനെ ഇൻക്ലൂഡഡ് ഇൻ പാർട്ട് 3 ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3യിലാണ് അത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ അണ്ടർലൈൻ ചെയ്തു വെക്കണം. മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എവിടെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? പാർട്ട് 3യിലാണ്. ഭരണഘടനയുടെ പാർട്ട് 3യിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് വൈ ആർ സർട്ടൻ റൈറ്റ്സ് നൗൺ ആസ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇനി നമുക്ക് അറിയാം, നമ്മൾ ഇനി അറിയാൻ പോവാണ് എന്തുകൊണ്ടാണ് ഈ റൈറ്റുകൾ ഫണ്ടമെന്റൽ റൈറ്റ് എന്നറിയപ്പെടാൻ കാരണം. അപ്പോൾ ജനാധിപത്യത്തിന്റെ അവിഭാജ്യ ഘടകമായ അവകാശങ്ങൾ ഇന്ത്യ ഉറപ്പ് നൽകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വെച്ചല്ലോ. ഇവയിൽ ഏറ്റവും അനിവാര്യമായവ മൗലികാവകാശങ്ങൾ എന്ന പേരിൽ നമ്മുടെ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്? അപ്പോൾ ഇനി നമ്മൾ മൗലികാവകാശങ്ങളെ കുറിച്ചാണ് ചർച്ച എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിക്ക് കിട്ടേണ്ട, ജനാധിപത്യ രാജ്യം നൽകേണ്ട അവകാശമാണ് മൗലികാവകാശം. എന്താണ് ഇതിന് മൗലികാവകാശം എന്നുള്ളത് പേര് പറയാൻ കാരണം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? അണ്ടർലൈൻ ചെയ്തു വെക്കണം ഈ വരികൾ. മലയാള മീഡിയത്തിലും ഇതേ ഭാഗം, ഈ പാരഗ്രാഫിന്റെ ഭാഗം അണ്ടർലൈൻ ചെയ്തു വെക്കണം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു പേഴ്സൺ അറ്റ് എനി കോസ്റ്റ്. അതുപോലെ they are inevitable for the holistic development of an individual. They are very essential for leading a dignified life. So the fundamental rights and their protection are very important in a democratic society. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ? ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ദോസ് റൈറ്റ്സ് വിച്ച് കനോട്ട് ബി ഡിനൈഡ് ടു എനി പേഴ്സൺ. ഒരിക്കലും ഒരു മനുഷ്യന് നിഷേധിക്കാൻ കഴിയില്ല. എന്താണ്?
കനോട്ട് ബി ഡിനൈഡ്. നിങ്ങൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാനും കൂടിയുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ എന്താണ്? കനോട്ട് ബി ഡിനൈഡ്. 3 കാര്യങ്ങളാണ് നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഡെഫിനിഷനിൽ നമ്മൾ പറയുന്നത്. ഒന്ന്, ദോസ് റൈറ്റ്സ് എന്താണ്? ദോസ് റൈറ്റ്സ് കനോട്ട് ബി ഡിനൈഡ്. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? നിഷേധിക്കാൻ കഴിയില്ല. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ദേ ആർ ഇന്നോവേറ്റബിൾ പാർട്ട്. അതൊരിക്കലും അവിഭാജ്യമായ, വിഭജിക്കാൻ കഴിയാത്ത, മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. ദേ ആർ ഇന്നോവേറ്റബിൾ, മാറ്റി നിർത്തി, കൂടിച്ചേരുന്ന സാധനം മാറ്റി നിർത്താൻ കഴിയാത്തത്. ദേ ആർ ഇന്നോവേറ്റബിൾ ആണ് ഫോർ ദി ഹോളിസ്റ്റിക്. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താ? വലിയ, നമ്മുടെ വിശാലതയ്ക്ക് വേണ്ടിയിട്ട്. ഫോർ ദി ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു മനുഷ്യൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വികസനത്തിന് മാറ്റി നിർത്താൻ കഴിയാത്ത സാധനമാണെന്ന്. കണ്ടോ? അപ്പോൾ നമ്മൾ 2 കാര്യം പഠിച്ചു. ഒന്ന്, ഫണ്ടമെന്റൽ റൈറ്റ് പറഞ്ഞാൽ കനോട്ട് ബി ഡിനൈഡ് അറ്റ് എനി കോസ്റ്റ്, അല്ലേ? ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ പറഞ്ഞു എന്ത്? ദേ ആർ ഇന്നോവേറ്റബിൾ ആണ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതുപോലെ മൂന്നാമത്തത് നോക്കൂ നിങ്ങൾ, ദേ ആർ വെരി എസെൻഷ്യൽ ഫോർ ലീഡിങ് എ ഡിഗ്നിഫൈഡ് ലൈഫ്. അപ്പോൾ ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള, ഒരു അഭിമാനകരമായ ജീവിതം നയിക്കാൻ അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്ന് നമ്മൾ പറഞ്ഞു കനോട്ട് ബി ഡിനൈഡ് ആണ്, അതുപോലെ ഇന്നോവേറ്റബിൾ ആണ് ഫോർ ദി ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആൻ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു. അതുപോലെ മൂന്നാമത്തെ എന്താണ്? വെരി എസെൻഷ്യൽ ഫോർ എ ഡിഗ്നിഫൈഡ് ലൈഫ്. കിട്ടിയോ? അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഡെഫിനിഷൻ പഠിച്ച് വെക്കുന്ന ആളുകൾ ഈ 3 ആംഗ്യങ്ങളും കൂടി പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല. യെസ്, നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഈ സംഭവമാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണാണ്ട് പഠിക്കണം, മനസ്സിലാക്കി വെക്കണം. യെസ്, നമ്മളതിനെ മലയാളത്തിൽ പറയുമ്പോൾ മലയാളം മീഡിയം വിദ്യാർത്ഥികൾ എന്തായാലും നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കേണ്ട ഭാഗം ഞാൻ പറഞ്ഞല്ലോ, അല്ലേ? എന്താണ് മൗലികാവകാശങ്ങൾ എന്ന് ചോദിച്ചാൽ അണ്ടർലൈൻ ചെയ്യണം. ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയാത്ത, കണ്ടോ? ഒരു കാരണവശാലും നിഷേധിക്കാൻ കഴിയാത്ത, കനോട്ട് ബി ഡിനൈഡ്. അതുപോലെ പിന്നെന്താണ്? അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. അവ വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനത്തിന്, ഫോർ ദ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വലിന് എന്താണ്? ആൻ ഇൻഡിവിജ്വലിന് അത് ഇന്നോവേറ്റബിൾ ആണ്. അപ്പോൾ സമ്പൂർണ്ണ വികസനത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്തവയാണ്. അതുപോലെ അന്തസ്സുള്ള ജീവിതം നയിക്കുന്നതിന് അവ അത്യന്താപേക്ഷികവുമാണ്. അതുകൊണ്ട് തന്നെ മൗലികാവകാശങ്ങൾക്കും അവയുടെ സംരക്ഷണത്തിനും ഒരു ജനാധിപത്യ രാജ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്താണ് മൗലികാവകാശം എന്ന് നമ്മൾ പറഞ്ഞില്ലേ? 3 കാര്യങ്ങളാണ്. ഒന്ന്, ഡിനൈഡ് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വ്യക്തിയുടെ സമ്പൂർണ്ണ വികസനത്തിൽ, ഫോർ ദി ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ പേഴ്സൺ, അതെന്താണ്? ഇന്നോവേറ്റബിൾ പാർട്ടാണെന്ന് പറഞ്ഞു. ആൻഡ് തേർഡ് വൺ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് എസെൻഷ്യൽ, അത് വളരെ അത്യന്താപേക്ഷികമാണ് ഒരു അന്തസ്സുള്ള ജീവിതം നയിക്കാൻ. ആ 3 കാര്യങ്ങൾ, ആ 3 ആക്ഷനുകൾ പഠിച്ചേക്കോ. ഒന്നിങ്ങനെ, അല്ലേ? ആൻഡ് തേർഡ് വൺ എസെൻഷ്യൽ. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യെസ്, നോക്കൂ ഇനി. You might have understood that the Indians had been denied many rights during the British rule. അല്ലേ? ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. The Indian freedom movement repeatedly raised the demand for ensuring the rights of citizens. ഇന്ത്യയുടെ സ്വതന്ത്ര സമര സേനാനികൾ ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നിരവധി തവണ അവരെന്ത് ചെയ്തിട്ടുണ്ട്? പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, നിരന്തരം ആ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എമംഗ് ദം വാസ് ദ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഓഫ് 1928. 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടായിരുന്നു ആ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ പ്രതിഷേധാർഹമായി അവർ സമർപ്പിച്ച ആ റിപ്പോർട്ട് ഏതാണ്? 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് ഇന്ത്യയുടെ ജനങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സമർപ്പിച്ച റിപ്പോർട്ട്. ദിസ് റിപ്പോർട്ട് സബ്മിറ്റഡ് എ ലിസ്റ്റ് ഓഫ് റൈറ്റ്സ് വിച്ച് ആർ ടു ബി എൻഷ്യൂർഡ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടായിട്ട് അവർ സമർപ്പിച്ചു. ദ ഫ്രെയിമേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിപ്പയർഡ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ബേസ്ഡ് ഓൺ ദി റൈറ്റ്സ് എയിംഡ് ബൈ ദ സ്ട്രഗിൾസ് ഫോർ ഇൻഡിപെൻഡൻസ് ആൻഡ് റെക്കമെൻഡഡ് ബൈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പികൾ അവരെന്തൊക്കെ ഈ സ്വതന്ത്ര സമര സേനാനികളുടെ ആവശ്യങ്ങൾ, ഏതൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള അവരുടെ ആവശ്യങ്ങളും, അതുപോലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടായിരുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അവരെന്ത് ചെയ്തത്? ഭരണഘടനയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ, മൗലികാവകാശങ്ങളൊക്കെ എഴുതി ചേർത്തത്. അതുപോലെ തന്നെ the Bill of Rights in the American Constitution also influenced the formation of our fundamental rights.
അപ്പോൾ അമേരിക്കയുടെ മൗലികാവകാശങ്ങൾ, അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ഫോമുലേഷന്, നിർമ്മാണത്തിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കുറേ കാര്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട് എന്നർത്ഥം. അതുപോലെ ഒബ്സർവ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് ഷോ ഇൻ ദി ഫിഗർ. നിങ്ങളുടെ പുസ്തകത്തിൽ നല്ലൊരു ചിത്രം കാണുന്നുണ്ടല്ലോ അല്ലേ? ആ ചിത്രം നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള പിന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളാണ് അവ. There are 6 fundamental rights in Indian Constitution. Let us look at them in detail. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ആ ചിത്രങ്ങളിൽ കാണുന്ന വിവിധങ്ങളായ കളറുകളിൽ കാണുന്ന ആ ചുരുക്കുള്ള സാധനം ഉണ്ടല്ലോ, അതെന്താണ്? ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യയുടെ പൗരന്മാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ചില മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ എത്ര ഉണ്ട്? ആ കാണുന്ന പൂവിന് എത്ര ഇതളുകൾ കാണുന്നുണ്ട്? 6 കാര്യങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ 6 മൗലികാവകാശങ്ങളാണ്. അതിനെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കും. യെസ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവാനും മലയാളം മീഡിയം വിദ്യാർത്ഥികൾക്ക് അത് ഓർമ്മയിൽ നിൽക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് മലയാളത്തിൽ വായിച്ചെടുക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ, ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യക്കാർക്ക് പല അവകാശങ്ങളും നിഷേധിച്ചിരുന്നതായി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം പൗരന്മാർക്ക് അവകാശങ്ങൾ അനുവദിക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിരുന്നു. കണ്ടോ, ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നിരവധി തവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകേണ്ട അവകാശങ്ങളുടെ പട്ടിക തന്നെ സമർപ്പിച്ചു. കണ്ടോ, ഇപ്പോൾ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യക്കാർക്ക് കൊടുക്കേണ്ട അവകാശങ്ങളുടെ പട്ടിക തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സമരങ്ങൾ ലക്ഷ്യം വെച്ചതും നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് നിർദ്ദേശിച്ചതുമായ അവകാശങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രീഡം ഫൈറ്റേഴ്സ്, അതുപോലെ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെ നോക്കിയിട്ടാണ് ഭരണഘടനയുടെ നിർമ്മാതാക്കൾ എന്തുണ്ടാക്കിയത്? മൗലികാവകാശങ്ങൾ തയ്യാറാക്കിയത്. മാത്രമല്ല, അമേരിക്കൻ ഭരണഘടനയിലെ അവകാശ പട്ടികയും നമ്മുടെ മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവരുടെ ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞല്ലോ, ലോകത്ത് ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന ആരുതായിരുന്നു? അമേരിക്കൻ ഐക്യനാടുകളുടേതാണ്. അപ്പോൾ അവരെന്തൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളതെന്നും കൂടി നോക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ചിത്രങ്ങളാണ് ആ സൈഡിൽ കാണുന്നത്. കണ്ടില്ല, മനോഹരമായ ചിത്രം. അത് എത്രണ്ണുണ്ട്? നമ്മൾ പറഞ്ഞു 6 മൗലികാവകാശങ്ങളാണെന്ന് പറഞ്ഞു. പഠിച്ചെടുക്കേണ്ടത് എന്താണ് മൗലികാവകാശം എന്ന് അല്ലേ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് പഠിക്കേണ്ടത് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവും അല്ലേ? ഓർമ്മയില്ലേ? ഇങ്ങനെ കാണിച്ചൊക്കെ ഓർമ്മയില്ല. അപ്പോൾ ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അതിൻ്റെ ഡെഫിനിഷന് വഴി നിങ്ങൾ പഠിച്ചു വെക്കുക. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സംഭവങ്ങൾ നമുക്ക് കിട്ടാൻ 3 കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ആ 3 കാര്യങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പറയുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. ആദ്യത്തെ ഫണ്ടമെന്റൽ റൈറ്റ് ഏതാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒരു രീതിയിൽ തന്നെ പഠിക്കണം. ഒന്നാമത്തെ നമ്മൾ ആക്ഷൻ വരുന്നത് റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഒന്നേതാണ്? റൈറ്റ് ടു ഈക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ? എല്ലാ ഇന്ത്യക്കാരും സമന്മാരാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തൊള്ളു കൈയിട്ടിട്ട് ഇങ്ങനെ റോട്ട് കൂടി പിന്നെ ഒരാൾ മുന്നിലോ പിന്നിലോ പാടില്ല, എല്ലാവരും സമന്മാരല്ലേ എന്ന് പറഞ്ഞ് നിരന്നിങ്ങനെ നിന്ന് ഹൈവേ ബ്ലോക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോകണമെന്നാണോ? അതാണോ സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ? എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ? ആരും മുന്നിൽ, എല്ലാവരും സമാണ്, അതുകൊണ്ട് ആരും മുന്നിലില്ല. ഒരു ജാഥ വിളിക്കുമ്പോൾ ജാഥ നിരന്നു പോകണമെന്നാണോ? എന്താണ് സമത്വത്തിനുള്ള അവകാശം? യെസ്, കൂടുതൽ കാര്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത്. നോക്കൂ, ആദ്യം തന്നെ ഒരു പത്രത്തിന്റെ കട്ടിംഗ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത് അല്ലെ? ഒരു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു കട്ടിംഗ് ആണ്. എന്താണ് അതിലുള്ളത്? ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻസ് ഫോർ ഡിമോളിഷിംഗ് ദ കാസ്റ്റ് ഫോർട്ട് ഇൻ മാധ്യമപുരം വില്ലേജ്, അഥവാ മാധ്യമപുരം ഗ്രാമത്തിലെ ജാതി മതില് പൊളിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ. അപ്പോൾ മാധ്യമപുരം ഡൽഹിയിലെ ഒരു പ്രദേശമാണ്, അവിടെ ജാതി മതിലുണ്ട്. അപ്പോൾ ആ ജാതി മതിൽ തകർത്തു കളയണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു എന്ന ഒരു തലക്കെട്ടാണ്. എന്താണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഏതു തരത്തിലുള്ള സമത്വമാണ്, ഏതു തരത്തിലുള്ള റൈറ്റ് ടു ഈക്വാലിറ്റിയാണ് രാജ്യം വിഭാവനം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. നോക്കൂ, നിങ്ങൾ എല്ലാവരും നോക്കണം, പുസ്തകത്തിൽ വായിക്കണം കേട്ടോ. ഡൽഹി
Various human rights associations urged the government to demolish the wall in the North Indian village of Madhyamapuram, which was constructed to prevent the entry of Dalit sections in the residential areas of the upper caste people. അപ്പോൾ ഉയർന്ന ജാതിയിലുള്ള ജനങ്ങളുടെ ഭാഗത്തേക്ക് താഴ്ന്ന ജാതിയിലുള്ള ആളുകൾ എൻട്രി ചെയ്യാതിരിക്കാൻ, പ്രവേശിക്കാതിരിക്കാൻ ഈ ഡൽഹിയിലെ മാധ്യമപുരം വില്ലേജിൽ കൺസ്ട്രക്ട് ചെയ്ത നിർമ്മിച്ച മതിൽ പൊളിച്ചു കളയണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ഗവൺമെന്റുകളോട് ആവശ്യപ്പെടുകയാണ്. നോക്കൂ, ഈ മാധ്യമപുരത്ത് ഈ ഒരു ജാതി മതിലിന്റെ പ്രശ്നം മാത്രമാണോ ഇന്ത്യയിൽ? അല്ല. ഇൻ മാധ്യമപുരം ആർ നോട്ട് കൺഫേൺഡ് ടു ദി കാസ്റ്റ് അലോങ്. ഈ ജാതിയുടെ വിഷയത്തിൽ, ഇങ്ങനെയുള്ള വിഷയത്തിൽ മാധ്യമപുരത്ത് മാത്രം ഇത്തരം സംഭവങ്ങൾ ഒതുങ്ങി നിൽക്കുന്നില്ല. പിന്നെ എവിടെയാണ്? ഡിനൽ ഓഫ് ദി എൻട്രി ഫോർ വുമൻ ഇൻ സ്ട്രീറ്റ്. സ്ത്രീകൾക്ക് തെരുവിലിറങ്ങാൻ പാടില്ല എന്ന് വാദിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആൻഡ് റെസ്റ്റോറന്റുകളിൽ കയറാൻ പാടില്ല എന്ന് പറയുന്ന പ്രദേശങ്ങളുണ്ട്. അതുപോലെ നോ എൻട്രി ഫോർ ഔട്ട്സൈഡ് വില്ലേജസ് ടു ദിസ് വില്ലേജ് വെർ ആൾസോ ഇൻ ദി ന്യൂസ് ഏർലി. അതുപോലെ വേറെ വില്ലേജിലുള്ള ആളുകൾക്ക് ഈ വില്ലേജിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറയുന്ന വാർത്തകളൊക്കെ പത്രങ്ങളിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ? അപ്പൊ മലയാള മീഡിയം വിദ്യാർത്ഥികളും ആ ഒരു ഇതിൽ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഉത്തരേന്ത്യൻ ഗ്രാമമായ മാധ്യമപുരത്ത് ദളിത് വിഭാഗങ്ങൾ മുന്നോക്ക ജാതിയിൽപ്പെട്ട ആളുകളുടെ ഭാഗത്തേക്ക് പ്രവേശിക്കാതിരിക്കാനായി അവിടെ ഒരു മതില് പണിതിട്ടുണ്ട്. ആ മതില് പൊളിച്ചു കളയണം എന്ന് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. മാധ്യമപുരത്തെ ഈ വിവേചനങ്ങൾ, ജാതി വിവേചനം, അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സ്ത്രീകൾക്ക് തെരുവുകളിലും ഹോട്ടലിലും പോകാൻ പാടില്ല എന്നുള്ള നീതി നിഷേധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റു നാട്ടിൽ ജനിച്ച ആളുകൾ ഈ നാട്ടിലേക്ക് കടന്നു വരരുത് എന്ന് പറയുന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ മുമ്പും ഉണ്ടായിരുന്നു. അപ്പൊ ഏതു രീതിയിലുള്ള ഇക്വാലിറ്റിയാണ് രാജ്യം ആവശ്യപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? ജാതിയിൽ മുന്നിലും പിന്നിലും നിൽക്കുന്നതോ, അല്ലെങ്കിൽ ബസ്സിൽ എല്ലാവരും കൂടി നിരന്ന് ഇങ്ങനെ ഒപ്പം നിൽക്കണമെന്നാണോ? ഡ്രൈവർ സീറ്റിന്റെ ഒപ്പം എല്ലാവരും നിരന്ന് കസാലിട്ടിരിക്കണം എന്നാണോ? അങ്ങനെയുള്ള സമത്വമാണോ? അല്ല. ജനനം കൊണ്ടോ, മതം കൊണ്ടോ, രാഷ്ട്രീയം കൊണ്ടോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ ഒരാളും മറ്റൊരാളുടെ പിന്നിൽ പോകുന്നില്ല എന്ന് പറയുന്ന നീതിയാണ് രാജ്യം നമുക്ക് ഉറപ്പു തരുന്നത്. മനസ്സിലായോ? ഞാൻ ജനിക്കുന്നത് കൊണ്ട് ഞാൻ എന്താവുന്നില്ല, ഒരിക്കലും താഴ്ന്നവനോ ഉയർന്നവനോ ആവുന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു വിശ്വാസിയാവുന്നത് കൊണ്ട് ഞാൻ മുന്നിൽ നിന്നുള്ളവനോ പിന്നിൽ നിന്നവനോ ആകുന്നില്ല. അതല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ ഞാൻ രക്ഷപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഒരു നീതിയാണ് ആര് തരുന്നത്? രാജ്യം തരുന്നത്. നോക്കാം നമുക്ക്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് മെൻഷൻ ഇൻ ദി ന്യൂസ് ഗിവൻ അബവ്? മുകളിൽ തന്ന ആ വാർത്തയിൽ ഏതൊക്കെ തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ് ആണ് നിങ്ങൾ കണ്ടത്? വ്യത്യാസങ്ങളാണ്, വേർതിരിവുകളാണ് നിങ്ങൾ കണ്ടത്. ഏതൊക്കെയാണ്? ഒന്ന്, ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, അല്ലെ? ജാതിയുടെ പേരിലുള്ള ഒരു വ്യത്യാസം കണ്ടു. ഇന്ന ജാതിക്കാര് ഈ നാട്ടിൽ കടക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ ജെൻഡർ ഇനീക്വാലിറ്റി കണ്ടില്ല. സ്ത്രീകൾ റെസ്റ്റോറന്റിൽ, സ്ത്രീകൾ റോട്ടിൽ കടക്കരുത് എന്ന് പറഞ്ഞു. ജെൻഡർ, അല്ലെ? ആൺ പെൺ വ്യത്യാസത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്, ജനനത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. ആ ഗ്രാമത്തിലുള്ള ആളുകൾ ഈ ഗ്രാമത്തിൽ വരരുത്, അല്ലെ? എന്തുകൊണ്ടാണ്? ആ ഗ്രാമത്തിൽ ഒരു ജനിച്ചു പോയതുകൊണ്ട് അവര് പിന്നെ നിയമത്തിന് മുമ്പിൽ ചെറുതായി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ രാജ്യത്തിന് മുമ്പിൽ ചെറുതായി പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഡിസ്ക്രിമിനേഷൻസ് നമ്മൾ കണ്ടു. അവർ സൊസൈറ്റി ഈസ് വൺ വിച്ച് ഈസ് ഹാവിംഗ് വേരിയസ് ഇനീക്വാലിറ്റീസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. നമ്മളെ ഈ സൊസൈറ്റിയിൽ എന്തുണ്ട്? ഇതുപോലെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഇനീക്വാലിറ്റീസും അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻസ്, വേർതിരിവുകളും നിലനിൽക്കുന്നുണ്ട്. റൈറ്റ് ടു ഈക്വാലിറ്റി സ്റ്റാൻഡ്സ് ഫോർ, ഈ റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുള്ളത് നിലനിൽക്കുന്നത് എന്താണ്? അബോളിഷിംഗ് ദീസ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഇനീക്വാലിറ്റീസ് ആൻഡ് ടു എൻഷുർ ഈക്വാലിറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള അസമത്വങ്ങളെ അബോളിഷ് ചെയ്യാൻ, തകർത്തു കളയാനും അവിടെയൊക്കെ എൻഷുർ ഈക്വാലിറ്റി, സമത്വം ഉറപ്പു നൽകാനുമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. നോക്കൂ, ദ ഐഡിയാസ് ഇൻക്ലൂഡഡ് ഇൻ ദി റൈറ്റ് ടു ഈക്വാലിറ്റി ആർ ഗിവൻസ്. അപ്പൊ സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ഈ ഒരു അവകാശം നമുക്ക് മുമ്പിലേക്ക് വെക്കുന്ന ആശയങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ആശയങ്ങളാണ്? നോക്കൂ നിങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ്, ഏതൊക്കെ തലത്തിലുള്ള കാര്യങ്ങളിലാണ് റൈറ്റ് ടു ഈക്വാലിറ്റി, എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നത്? നോക്കൂ, ഒന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്തു വെക്കണം, പഠിച്ചു വെക്കണം. കാരണം റൈറ്റ് ടു ഈക്വാലിറ്റിക്ക് കീഴിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, എൻഷുർ ഈക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരനാവട്ടെ, ഏതെങ്കിലും മതത്തിന്റെ ആളാവട്ടെ, എന്തോ ആവട്ടെ, തെറ്റു ചെയ്താൽ എന്താണ് അത് ജന്മം കൊണ്ടോ അല്ലെങ്കിൽ
പൊളിറ്റിക്സ് കൊണ്ടോ റിലീജിയൻ കൊണ്ടോ ഒരാളും വലുതാകുന്നില്ല എന്നതാണ് ഒന്നാമത് രാജ്യം നമുക്ക് ഉറപ്പ് നൽകുന്ന അവകാശം. രണ്ടാമത്തെ നോക്കൂ, പ്രോഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. അപ്പൊ പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ, വേർതിരിവിനെ ഇല്ലാണ്ടാക്കുന്നു. ഏതൊക്കെ വിഷയത്തിൽ? ബേസിസ് ഓഫ് കാസ്റ്റ്, ജാതിയുടെ വിഷയത്തിൽ വേർതിരിവ് പാടില്ല. റിലീജിയൻ, മതത്തിന്റെ പേരിൽ എന്ത് പാടില്ല? വേർതിരിവ് പാടില്ല. റൈസ്, വർഗത്തിന്റെ പേരിൽ എന്ത് പാടില്ല? വിവേചനങ്ങൾ പാടില്ല. അതുപോലെ സെക്സ്, അതുപോലെ ജെൻഡറിന്റെ പേരിൽ എന്ത് പാടില്ല? വിവേചനങ്ങൾ പാടില്ല. അതുപോലെ പ്ലേസ് ഓഫ് ബർത്ത്, ജനനത്തിന്റെ പേരിൽ എന്ത് പാടില്ല? വിവേചനങ്ങൾ പാടില്ല. ഏതെങ്കിലും ഒരു കേരളത്തിൽ ജനിച്ച മോശം, തമിഴ്നാട്ടിൽ ജനിച്ചാൽ ഉഷാറ്, അങ്ങനെ നേരെ ചെല്ലോ വിധി വരുമ്പോൾ ഇയാൾ തമിഴ്നാട്ടിൽ ജനിച്ചത് കൊണ്ട് ഇയാളെ തൽക്കാലം വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ്? എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ നീതിന്യായങ്ങൾക്ക് മുമ്പിൽ വേർതിരിവ് പാടില്ല എന്നതാണ് നിയമം. കണ്ടോ, ഇന്ത്യതാണ് ഭരണഘടന നൽകുന്ന ഉറപ്പുകൾ. യെസ്, നോക്കൂ. ആൻഡ് തേർഡ് വൺ, എൻഷുർ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ ദി പബ്ലിക് എംപ്ലോയ്മെന്റ്. പൊതുമേഖലാ നിയമനങ്ങളിലൊക്കെ അവസര സമത്വം ഉണ്ടാക്കുക. അഥവാ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം നിയമിക്കാതെ, അങ്ങനെയൊന്നുമില്ലാതെ എന്ത് ചെയ്യുക, താഴെ തട്ടിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നിയമനങ്ങളിൽ അവസര സമത്വം. അല്ല ഏതെങ്കിലും പാർട്ടിക്കാരെ മാത്രം വെക്കുക, മറ്റേ പാർട്ടിക്കാരെ ഒഴിവാക്കുക, ജി നമ്മളെ പാർട്ടിയല്ല, നമുക്ക് ജോലി തരില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. അതൊക്കെ എന്താണ്? കേവലം അതതു പ്രോസസ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ എല്ലാവരും എന്താണ്? ഇന്ത്യക്കാരാണ്. ആ ഒരു രീതിയാണ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അതുപോലെ നെക്സ്റ്റ് വൺ, അബോളിഷൻ ഓഫ് ടൈറ്റിലുകൾ, സ്ഥാനപ്പേരുകൾ ഇല്ലാതാക്കുക. എന്താണ് സ്ഥാനപ്പേര് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ? പഴയ കാലത്തൊക്കെ ബ്രിട്ടീഷുകാരുടെയൊക്കെ ഭരണകാലഘട്ടത്തിൽ അവരെ സഹായിച്ചിരുന്ന ആളുകൾക്കൊക്കെ ഒരു പേര് കൊടുക്കും. അപ്പൊ ഈ പേരുകൾ വെച്ചിട്ട് ആളുകളെ സോപ്പിട്ടിട്ട് ഓലെ കൂടെ നിർത്തിയിട്ട് അഥവാ ഓലൊപ്പം നിർത്തിയിട്ട് അവരെ അതുമായി ചൂഷണം ചെയ്ത് രാജ്യത്തിന്റെ മേഖലകളെ കൊള്ളയടിക്കുന്ന, അല്ലെങ്കിൽ അവരെ കൂട്ടുചേർത്ത് രാജ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്നു. എന്നാൽ അപ്പൊ നമ്മുടെ ഭരണഘടനയുടെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട രാജ്യത്തിന്റെ ഫ്രീഡം ഫൈറ്റേഴ്സ് ഒക്കെ ആയ ആളുകളൊക്കെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വതന്ത്ര സമര സേനാനികളായ ആളുകളൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി വേണ്ട എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ എന്ത് ചെയ്തു? നമ്മൾ അബോളിഷ് ഓഫ് ടൈറ്റിൽസ്, ആ ടൈറ്റിലുകൾ കൊടുക്കുന്ന പരിപാടി തന്നെ നിഷേധിച്ചു. കണ്ടോ? അപ്പൊ ആ ടൈറ്റിലുകൾ വന്നാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നീതിയുടെ പിന്നെ കോടതിയുടെ മുമ്പിലോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ വേറെ ഏതെങ്കിലും പരിഗണനയിൽ വരുമ്പോൾ ഒരാൾ കുഴപ്പമില്ലാത്ത ആളാണെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പരിഗണന കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്തു? അത് ഇല്ല. എല്ലാവരും നിയമത്തിന് മുമ്പിൽ എന്താണ്? തുല്യരാണ് എന്ന് ഭരണഘടന എഴുതപ്പെട്ടു. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കാൻ, ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമ്മൾ മലയാള മീഡിയത്തിലൂടെ കടന്നു വരുമ്പോൾ നമ്മൾ പറഞ്ഞു, ആ ഒരു പത്രത്തിൽ വന്ന കുറിപ്പ് നമ്മൾ കണ്ടു അല്ലേ? ഏതൊക്കെ തരത്തിലുള്ള വിവേചനങ്ങളാണ് വാർത്തയിൽ വന്നത് എന്നും നമ്മൾ സംസാരിച്ചു. ഏതൊക്കെയായിരുന്നു? ജാതിപരമായ വിവേചനങ്ങൾ കണ്ടു. പിന്നെയോ ജെൻഡർ അല്ലെ, സ്ത്രീ പുരുഷ പരമായിട്ടുള്ള അസമത്വം നമ്മൾ കണ്ടു. അതുപോലെ ജനന സ്ഥലത്തിന്റെ പേരിലുള്ള വിവേചനവും നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ പറഞ്ഞു ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്, അതല്ലെങ്കിൽ നിഷേധിക്കാൻ വേണ്ടിയാണ്, അത്തരത്തിലുള്ള കാര്യങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടിയാണ് ഭരണഘടന ഇങ്ങനെയുള്ള ഒരു എന്ത് ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നത്, ഉറപ്പുവരുത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നോക്കൂ, ഏതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ ഏതൊക്കെയാണ്? വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ചോദ്യം വരുന്നു പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾ ഏതെല്ലാം? അങ്ങനെ ചോദിച്ചാൽ ഇപ്പൊ അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടി അല്ലെ? ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ പറയാണ്, സമത്വത്തിനുള്ള അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയങ്ങൾ ഏതെല്ലാം? ഏതൊക്കെ ഐഡിയാസ് ആണ്? വാട്ട് ടൈപ്സ് ഓഫ് ഐഡിയാസ് ആണ് ഇൻക്ലൂഡഡ് ഇൻ ദി റൈറ്റ് ടു ഇക്വാലിറ്റി? അത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉത്തരങ്ങൾ എഴുതണം. ഏതൊക്കെയാണ് ഉത്തരങ്ങൾ? ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ ചർച്ച ചെയ്തു, ഓർമ്മ വെക്കാൻ മലയാളത്തിൽ ഒരിക്കൽ കൂടി. ഒന്ന്, നിയമത്തിനു മുന്നിൽ എന്താണ്? സമത്വം പറഞ്ഞല്ലോ. 2, ജാതി, മതം, വർഗം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ പറഞ്ഞല്ലോ. അതുപോലെ പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പിക്കൽ. ആൻഡ് നെക്സ്റ്റ് വൺ, തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, അൺടച്ചബിലിറ്റി. നമ്മൾ നേരത്തെ പറയാതെ വിട്ടുപോയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിൽ എന്തുകൂടിയുണ്ട്? അൺടച്ചബിലിറ്റി എന്നുള്ളതിനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. അതുപോലെ എന്ത് ചെയ്യാണ്? തൊട്ടുകൂടായ്മ നിർത്തലാക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ അല്ലെ? അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അപ്പൊ ആ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ഓർത്തുവെക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി പറയുന്നു. നോക്കൂ, however, giving preference to women, children and backward classes is not against the right to equality.
അപ്പൊ ചിലപ്പോൾ നമ്മളെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, സ്ത്രീകളെ വല്ലാതെ അല്ലെ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവരെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള ക്യാമ്പയിനുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതൽ പരിഗണനകൾ കൊടുക്കുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. കുട്ടികൾ അല്ലെ, അപ്പൊ ഒരുത്തന്നെ മൂക്കിന് ഇടിച്ചിട്ട് പഞ്ചറാക്കിയാൽ ചിലപ്പോൾ ചെറിയ കേസ് ഇടും. എന്നാൽ ചെറിയൊരു കുട്ടിനെ ഇടിച്ചിട്ട് പഞ്ചറാക്കിയാലോ ചിലപ്പോൾ വലിയ കേസായി, ഭയങ്കര പ്രശ്നമായി, ഒരു ജാമ്യം ഇല്ലാതായി, പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്ന പ്രശ്നങ്ങൾ വരും അല്ലെ. അപ്പൊ അത് വലിയ തരത്തിലേക്കുള്ള കേസുകൾ വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെ സ്കൂളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, പിന്നെ ഇന്ന വിഭാഗത്തിന് സ്കോളർഷിപ്പ് കൊടുക്കുന്നു, അതല്ലെങ്കിൽ ഇന്ന വിഭാഗങ്ങളിൽ ടേബിളും മേശയും കൊടുക്കുന്നു. അപ്പൊ നമുക്ക് തോന്നുന്നു ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ, ഇത് എന്തോ ഓനിക്ക് മാത്രം കൊടുക്കണത് അല്ലെ. അപ്പൊ അതൊക്കെ ഇനീക്വാലിറ്റി ആണോ? അപ്പൊ സമത്വം എന്ന് പറയുന്ന രാജ്യത്ത് ഇതെന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കൂ അല്ലെ. വളരെ കൃത്യമായി അതിനെന്തുണ്ട്, മറുപടിയുണ്ട്. നോക്കൂ നിങ്ങൾ. ഓൺ ദി അതർ ഹാൻഡ്, മറ്റൊരു തരത്തിൽ പറയുമ്പോൾ, ബൈ ഗിവിംഗ് പ്രിഫറൻസ്, ഇത്തരത്തിലുള്ള ആളുകൾ, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും അതുപോലെ ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ പ്രിഫറൻസ് കൊടുക്കുന്ന എന്താണ്, ഇനീക്വാലിറ്റി ക്യാൻ ബി അവോയ്ഡഡ്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അസമത്വങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവരെന്ത് ചെയ്യാണ്, സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിന്നും ഒരുപാട് പിന്നിലായി പോയിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, അവരെ അതുപോലെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇപ്പൊ നിലനിൽക്കുന്ന ഇനീക്വാലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. കണ്ടോ? അതുകൊണ്ട് ഇനീക്വാലിറ്റി ക്യാൻ ബി അവോയ്ഡഡ് ആൻഡ് ഈക്വാലിറ്റി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമത്വം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് പഠിക്കാനോ ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ, മറ്റു പല കാര്യങ്ങളും ചിലപ്പോൾ എന്തായിരിക്കാം, വേറെ ഏതെങ്കിലും കാര്യങ്ങളിൽ അവർ പിന്നിലായിരിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യാണ്, മുന്നോട്ട് കൊണ്ടുവരാൻ രാജ്യമെടുക്കുന്ന തീരുമാനങ്ങളാണത്. അതൊരിക്കലും എന്തല്ല, ജനങ്ങൾക്കിടയിൽ ഇനീക്വാലിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല എന്നാണ് രാജ്യം പറഞ്ഞത്. അതൊക്കെ വളരെ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഒന്നും അറിയാത്ത നമ്മൾ അതിന്റെ പേരിൽ വെറുതെ വ്യാകുലപ്പെടുന്നതും അതിന്റെ പേരിൽ വരുന്ന വ്യാജ വാർത്തകളിൽ നമ്മൾ മനസ്സുരുകി നിൽക്കുന്നതൊക്കെ വെറുതെയാണ്. കാരണം ഈ രാജ്യത്തിനൊരു പാരമ്പര്യമുണ്ട്, ഈ രാജ്യത്തിന്റെ ശില്പികൾക്കൊരു വലിയ സ്വപ്നമുണ്ട്. ആ സ്വപ്നങ്ങളിലൂടെ, ആ രാജ്യത്തിന്റെ പാരമ്പര്യത്തിലൂടെ സഞ്ചരിക്കേണ്ട, അതിനെ നിലനിർത്തേണ്ട ഉത്തരവാദിത്തം നമുക്കാണുള്ളത്. അപ്പൊ പ്രിയപ്പെട്ട കുട്ടികൾ, ഇന്ന് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് എന്താണ് മൗലികാവകാശം എന്ന് അല്ലേ നമ്മൾ പറഞ്ഞു, അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സംഭവങ്ങൾ നമുക്ക് കിട്ടാൻ 3 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ആ 3 കാര്യങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആമുഖത്തിൽ നടത്തിയ ചർച്ചകൾ നിങ്ങൾ ഓർത്തു വെക്കുക. അങ്ങനെ കൂടുതൽ കാര്യങ്ങളുമായി വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിക്കാം. വളരെ എളുപ്പത്തിൽ ഓർമ്മയിൽ നിൽക്കാൻ ചില ആംഗ്യങ്ങളും ആക്ഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പരിചയപ്പെടാം. അതുകൊണ്ട് എല്ലാവരും പുസ്തകം അമർത്തി വായിക്കുക. ഓക്കെ.